ചെറുപ്പം മുതലേ അമ്മയുടെ കൂടെയാണ് ഞാൻ ഈ അമ്പലത്തിൽ വന്നത്. ഇവിടെ നിന്നാണ് ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങളും ഈശ്വരചിന്തകളും എല്ലാം മനസ്സിലേക്ക് ആദ്യമായി കുടിയേറി പാർത്തത്. എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പ്രദേശമാണ് ഈ അമ്പലവും പാറയൊക്കെ. എൻ്റെ ആദ്യ പ്രണയം, പിന്നെ എൻ്റെ സിനിമയെക്കുറിച്ചുള്ള ചിന്തകൾ എല്ലാം ഇതിൻ്റെ തുടക്കം ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അമ്പലവും പരിസരമാണ് ഇത്. ആദ്യ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു അതിൻ്റെയും തുടക്കം. സ്കൂൾ വെച്ചുള്ള പരിചയമായിരുന്നു. ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പറയാൻ പാടില്ല. പക്ഷെ ഇപ്പോഴും മനസ്സിൽ ആ പ്രണയം സൂക്ഷിക്കുന്നുണ്ട്. ആദ്യത്തെ പ്രണയം ആയതുകൊണ്ട് അത് സ്കൂൾ പഠിക്കുന്ന ഒരു കാലത്തുണ്ടായ ഒരു പ്രണയം മാത്രമാണ്. പക്ഷെ അത് അറിയാതെ എങ്ങനെയാണ് അന്ന് ഞാൻ ഇവിടെ ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക് വോയിസ് കൊടുക്കുന്ന സമയമാണ്, ബാലനടൻ എന്നുള്ള രീതിയിലൊക്കെ. അന്നൊക്കെ മാസ്റ്റർ വിനു എന്നായിരുന്നു. അതും പിന്നെ അന്ന് അത്യാവശ്യം പാടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂൾ പഠിക്കുന്ന കാലത്ത് നന്നായി പാട്ട്, അതുപോലെ തന്നെ നാടകം, ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ വന്നൊരു പ്രണയമാണ്. എൻ്റെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചുള്ള ഒരു പ്രണയമല്ലായിരുന്നു അത് ആ കുട്ടിക്ക് എന്നോട് തോന്നിയത്. അങ്ങനെ അധികം ഞങ്ങളെ ഒരു മീറ്റിംഗ് പ്ലേസ് എന്നൊക്കെ പറയുന്നത് ഈ അമ്പലവും ഇതിൻ്റെ ചുറ്റുപാടും. അവളുടെ ഒരു കൂട്ടുകാരിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ അവളെ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഈ വരയ്ക്കൽ പോകൽ ഈ തിരക്കിലൂടെ കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കുട്ടികളുടെ ഒരു അടുപ്പം ഇവളുടെ 2 ആങ്ങളമാരറിഞ്ഞു. ബ്രദേഴ്സ്, ഈ ഉപ്പുകണ്ടം ബ്രദേഴ്സ് എന്ന് പറയുന്ന പോലെ കുറച്ച് ആൾക്കാർ. ഇവർ പിന്നെ എന്നെ ഇതറിഞ്ഞിട്ട് അവർ നോക്കലും ഇവരെ നോട്ടം കാണുമ്പോൾ എനിക്ക് പിന്നെ പേടി തോന്നി. വലിയ ധൈര്യമൊന്നുമില്ല. അവളുടെ അടുത്ത് വലിയ വാചകങ്ങളൊക്കെ അടിക്കുന്നില്ലാതെ വലിയ ധൈര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ അവളുടെ വീട് ഇടവഴികളിലൂടെയൊക്കെ ആയതുകൊണ്ട് സൈക്കിളിലൊക്കെ പുറകിലോ പോകുമ്പോൾ ഇവർ പിടിച്ച് എന്നെ ഭീഷണിപ്പെടുത്തുക. ഈ വഴിക്ക് വന്നിട്ട് പിന്നെ നാളെ കയ്യും കാലും കാണില്ലടാ എന്ന് പറഞ്ഞ് പിന്നെ ഈ പ്രേമം കുറച്ച് ഇവളെ കാണുമ്പോൾ എനിക്ക് ടെൻഷനായി. ഇവളെ ബ്രദേഴ്സിൻ്റെ മുഖം ആദ്യം തോന്നി. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറൊന്നുമില്ലായിരുന്നു. ധീരനല്ലെങ്കിലും പ്രണയം വല്ലാതെ മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞു, ആ അസുഖം. അങ്ങനെ തിരുവാതിര ദിവസം വന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു അവളുടെ വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോയി അവളെ കാണണം. അപ്പോൾ കാണാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അന്നൊരു മുഖംമൂടി കിട്ടിയിരുന്നു, ഈ നരികളുടെയൊക്കെ. അപ്പോൾ നരികളുടെ മുഖംമൂടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ആൾക്കാർ, നമ്മൾ ചെറിയ ടിന്നും ചില ചെണ്ട പോലത്തെ ചില സാധനങ്ങൾ വെപ്പിച്ച് വീട്ടിൽ പോവുകയാണ്. അവളെ ബ്രദേഴ്സ് ഉണ്ട്, പിന്നെ അച്ഛനുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഈ പാട്ടും പാടി ഡാൻസൊക്കെ തുടങ്ങി, ഈ മോമൂടിയിട്ട്. പക്ഷേ ഞാൻ അവളെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ തലേ ദിവസം ഞാൻ അവളോട് പറഞ്ഞിരുന്നു, ഞാൻ നിൻ്റെ വീട്ടിൽ വരും, നിന്നെ ഞാൻ കാണും. അങ്ങനെ വേഷം മാറി സിനിമയിലെ കാണുന്ന പോലെ തന്നെ അന്ന് ത്രില്ലായിരുന്നു. അങ്ങനെ കണ്ട് ഒരു സമയത്ത് ഞാൻ ഒരു കോർണറിൽ വെച്ച് മുഖം മാറ്റി അവളെ കാണിച്ചു. അവൾ പേടിച്ചു. കുറച്ച് കഴിഞ്ഞാൽ കളി കഴിഞ്ഞ് കാശുമായി തിരിച്ചു പോകുന്ന സമയത്ത് അവൾ പിൻഭാഗത്തൂടി വന്നു, സമ്മതിച്ചിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ കുറച്ചൊരു ധീരനാണ്, ഈ കള്ളത്തരാണെങ്കിലും ഒരു രസമൊക്കെ തോന്നി. അങ്ങനെ പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം ഈ പറഞ്ഞ പോലെ അതങ്ങ് പിന്നെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് കോളേജിലേക്കെല്ലാം പോകുമ്പോഴേക്ക് തന്നെ കൂടുതൽ ഈ ബ്രദേഴ്സിൻ്റെ ഇടപെടൽ എന്നെ കൊളാക്കിയത്. കുന്നുകളിൽ നിന്നൊക്കെ ഭീഷണിപ്പെടുത്തി ആ പ്രണയം അവളും പറഞ്ഞു. ഇനി ഇങ്ങനെയൊക്കെ അവൾക്ക് എന്താ പിന്നെ അത് തോന്നിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇത്ര മതി എന്നൊക്കെ തോന്നുന്നു. സ്കൂൾ പ്രണയമല്ല. ഇതേ അമ്പലത്തിൽ തന്നെ പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എൻ്റെ പത്മജ എന്ന് പറയുന്ന എൻ്റെ ഭാര്യ. ആ പത്മജയും കൂട്ടി ഞാൻ ഈ അമ്പലത്തിലും ഇവിടെയും ഈ പാറപ്പുറത്തും എല്ലാം ഇവിടെ വെച്ച് ഞാൻ എൻ്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് അവളോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ അവൾ എന്തോ സഹിച്ചിട്ടാണ് പുറത്ത് കാണിക്കാതെ വളരെ ഫ്രാങ്കായ രീതി അതൊന്നും കുഴപ്പമില്ല, ആ സാധാരണയല്ലേ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും തമാശയ്ക്ക് സൂചിപ്പിക്കുമ്പോൾ ആ മുഖത്തുള്ള ഭാവങ്ങളുടെയും വർണ്ണങ്ങളുടെയും ഒക്കെ ഒരു മാറ്റം എനിക്കിപ്പോഴും കാണാൻ കഴിയുന്നു. ഒരു സ്ത്രീക്കും അങ്ങനെ വേറൊരു പ്രണയം, ഒരു ഭർത്താവിൻ്റെ പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എത്ര ഫ്രാങ്ക് ആണെങ്കിലും എത്ര രീതി ചിന്തിക്കുന്ന പെണ്ണാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറില്ലാത്തൊരു മനസ്സ് തന്നെയാണ് നമ്മളെ സ്ത്രീകൾക്കുള്ളത്. അതങ്ങനെ തന്നെ ആയിരിക്കണം. അതാണല്ലോ കുടുംബജീവിതം എന്ന് പറയുന്നത്. പിന്നെ എനിക്കുണ്ടായിരിക്കുന്നത് വേറൊരു അനുഭവം എന്ന് പറഞ്ഞാൽ പ്രണയം പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇപ്പോൾ അല്ല ഈ പ്രൊഫഷൻ സിനിമയോട് ഏറ്റവും കൂടുതൽ കമ്പവും ഏറ്റവും കൂടുതൽ സിനിമ എനിക്ക് ചെയ്യണം, ഒരു ഡയറക്ടറാണ് എന്നുള്ള ഒരു ചിന്ത വരാനും അങ്ങനെ അതിനോടുള്ള ഒരു അഭിനിവേശം തോന്നാനും പ്രധാനപ്പെട്ട കാരണം അത് ഇവിടെ തന്നെയാണ്. സിനിമയും ഞാൻ തമ്മിൽ പ്രണയത്തിനാൻ പ്രധാന കാരണക്കാരൻ എൻ്റെ അച്ഛൻ തന്നെയാണ്. എൻ്റെ അച്ഛനാണ് ആ വഴിയിലേക്ക് എന്നെ തിരിച്ചുവിട്ടതും സിനിമയോട് പ്രണയം തോന്നുവാനുള്ള പരിസരങ്ങൾ ഒരുക്കി തന്നു. കാരണം എല്ലാ ഞായറാഴ്ചകളിലും ആദ്യകാലത്ത് അച്ഛൻ ഓൾ ഇന്ത്യ റേഡിയോയിലായിരുന്നു നേവൽ കഥകൾ മാത്രം എഴുതിയിരിക്കുന്ന ശ്രീ വിനയൻ.
അച്ഛനോട് കൂടി അച്ഛനും ഞാനും അമ്മയും ബ്രദേഴ്സ് എല്ലാം എല്ലാ ആഴ്ചയും എല്ലാ ഞായറാഴ്ചയും ഇവിടെ അടുത്തുള്ള വെസ്റ്റ് ഹിൽ ഗീതാ തിയേറ്ററിൽ പോയി എല്ലാ സിനിമകളും കാണാറുണ്ടായിരുന്നു. നല്ല നല്ല സിനിമകൾ മുഴുവൻ കണ്ടത് ആ തിയേറ്ററിൽ വെച്ചാണ്. അതിൻ്റെ മാനേജർ ഒരു രവി ഉണ്ടായിരുന്നു. ആ സമയമാകുമ്പോഴേക്കും അവിടെ ടിക്കറ്റും കാര്യങ്ങളും എത്ര ഹൗസ്ഫുള്ളാണെങ്കിലും ഞങ്ങൾക്കുള്ള ഫാമിലിക്കുള്ള ടിക്കറ്റ് അവിടെ കറക്റ്റാണ്. അപ്പോൾ എല്ലാ ആഴ്ചയും ഒരുവിധം ഒരു അധികപക്ഷം ആ ആഴ്ച ചില ഞായറാഴ്ചകൾ മിസ് ചെയ്യാറില്ല, എപ്പോഴും ഞങ്ങൾ സിനിമ കാണും. പിന്നെ ഞാൻ സിനിമയ്ക്ക് പഠിക്കുന്ന സമയത്ത് സിനിമയ്ക്ക് പോകുന്നതിനോട് അച്ഛന് വിയോജിപ്പില്ലായിരുന്നു. അമ്മ അറിയാതെ എന്നെ ഒരു സപ്പോർട്ടുണ്ടായിരുന്നു. അമ്മയുടെ വിചാരം ഞാൻ നടനാവുന്നായിരുന്നു. എടാ നീ കാണാനൊക്കെ കൊള്ളാം എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാം എല്ലാ അമ്മയ്ക്കും മക്കൾ വലിയ സുന്ദരന്മാരാണ്, അല്ലെ മകൾ നല്ല സുന്ദരിയാണെന്നൊക്കെ തോന്നലുണ്ടാവും. അത് സ്വാഭാവികമാണ്. പക്ഷേ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ അഭിനയത്തിനൊന്നും പറ്റിയ മുഖമൊന്നുമല്ല എൻ്റെത്, പക്ഷേ എനിക്കിഷ്ടം ഡയറക്ഷനാണ്. അങ്ങനെയാണ്. അപ്പോൾ അച്ഛൻ എന്നോടൊപ്പം ആ കാലത്ത് എന്നോട് പറഞ്ഞു, ഇങ്ങനെ നീ പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ള വഴികളൊക്കെ കണ്ടെത്താം എന്ന് പറഞ്ഞു. ആ സമയത്താണ് അങ്ങാടിയുടെ ഷൂട്ടിങ്ങെല്ലാം ഇവിടെ വെസ്റ്റ് ഹിൽ വെച്ചായിരുന്നു ഷൂട്ടിങ്, അങ്ങാടിയുടെ ഷൂട്ടിങ്. അത് ആദ്യമായിട്ട് അവിടെ വെച്ചിട്ടാണ് ഞാൻ ജയനെ കാണുന്നതും, പിന്നെ സുഖേട്ടനെ, അതുപോലെ MG സോമൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കംപ്ലീറ്റ് കാണുന്നത് ഞാൻ അവിടെ വെച്ചിട്ടാണ്. ആ ഷൂട്ടിങ് കാണാൻ വേണ്ടി കുറേ തള്ളലുണ്ടാക്കുകയും പോലീസുകാരോട് തല്ല് കിട്ടുകയും പിടിച്ച് തള്ളലൊക്കെ കുറേ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുക ഒരു സമയത്താണ് അച്ഛൻ ആദ്യമായിട്ട് സിനിമ ഒരു തിരക്കഥാ സംഭാഷണം എഴുതിയിരിക്കുന്ന ഒരു സിനിമ, ഹൃദയത്തിൽ നീ മാത്രം എന്ന് പറഞ്ഞ് സുകുമാരൻ, വിധുബാല, ജനാർദ്ദനൻ ഇവരൊക്കെ അഭിനയിക്കുന്ന, ജഗദീഷ് ശ്രീകുമാർ ഇവരൊക്കെ അഭിനയിക്കുന്ന ചിത്രം. കാന്തിയർഷയുടെ ബാനറിൽ ഖാൻ സാഹിബാണ് ആ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത്. അത് ഈ വരയ്ക്കലിൽ ഞാൻ പറയുന്നതിൽ ഈ വരയ്ക്കൽ അമ്പലത്തിൻ്റെ ഈ പാറയുടെ ചുവട്ടിൽ ഗുഹയുണ്ട്. ഈ ഗുഹയുടെ അടുത്ത് വെച്ചായിരുന്നു ആ പടത്തിൻ്റെ ഒരു ഫൈറ്റ് സീൻ. അന്ന് ആദ്യമായിട്ട് ഞാൻ മധു അമ്പാട്ടിനെയും അതുപോലെ തന്നെ വിപിൻ മോഹനെയൊക്കെ വിപിൻ മോഹൻ അന്ന് മധു അമ്പാട്ടിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക. അന്ന് ഞാൻ ഇവിടെ വെച്ച് കാണുകയാണ്. ഞാൻ പരിചയപ്പെട്ടില്ല, എല്ലാം നോക്കി കാണുകയാണ്. അന്നാണ് ആദ്യമായിട്ട് ഫൈറ്റ്, സിനിമയിൽ എങ്ങനെ ഫൈറ്റ് എടുക്കുന്നു എന്ന് ഞാൻ കാണുന്നത്. എനിക്ക് തോന്നുന്നു ത്യാഗരാജൻ മാഷ് തന്നെയായിരുന്നു എൻ്റെ ഫൈറ്റ് മാഷ്. അതേ ത്യാഗരാജൻ മാഷാണ് ഇപ്പോൾ എൻ്റെ എല്ലാ പടങ്ങളിലെയും ഫൈറ്റ് മാഷ്. അത് ഞാൻ മാഷോട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ത്യാഗരാജൻ മാഷ് എന്ന് ടൈറ്റിൽ കാണുന്ന സമയത്ത് തന്നെ ക്ലാപ്സ്, സ്റ്റണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അടിയാണ്, ക്ലാപ്സായിരുന്നു. അപ്പോൾ ഈ ഷൂട്ടിംഗ് കംപ്ലീറ്റ്, ഒരു സിനിമയുടെ ഒരു ഫുൾ ഷൂട്ടിംഗ് ഞാൻ ആദ്യമായിട്ട് ഇൻവോൾവായി കാണുന്നത്, പുറകെ നടന്ന് കാണുന്നത് ഹൃദയത്തിൽ നീ മാത്രം. അത് ഒരുവിധം കംപ്ലീറ്റ് ഷൂട്ടിംഗ് കാലിക്കറ്റിലായിരുന്നു, ബീച്ചിലും. പിന്നെ മെയിൻ ഇവിടെ വെച്ചായിരുന്നു. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് അവിടേക്ക് മാറിയെന്ന് നോക്കിയതും ഷൂട്ടിംഗ് കണ്ടതല്ല. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഈ സിനിമയോടുള്ള ഈ പറഞ്ഞ പോലെ ഒരു പ്രണയം, സിനിമയോടുള്ള പ്രണയം ആരംഭിക്കുന്നു എനിക്ക് ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ. ഈ ദേവിയുടെ കടാക്ഷം, ഈ അമ്പലത്തിൻ്റെ സാന്നിധ്യം, പിന്നെ അച്ഛൻ്റെ അമ്മയുടെ മനസ്സ്, അതിൻ്റെ സപ്പോർട്ട്, ഇതൊക്കെയാണ് എൻ്റെ സിനിമയോടുള്ള താല്പര്യത്തിനും ഇന്ന് ഈ നിലയിൽ എത്തിപ്പെടാനുള്ള ഒരു കാരണവും. എല്ലാം ഈ ദേവിയുടെ അനുഗ്രഹവും ഈ പരിസരത്തിൻ്റെ അനുഗ്രഹവും ഇവിടെ നിന്നുണ്ടായ മനസ്സിലുണ്ടായ ചിന്തകളും എല്ലാമാണ് എനിക്കിപ്പോഴും ഒരു ധൈര്യം, ഓരോ സിനിമ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ഓരോ ഊർജ്ജവും ഇതിൻ്റെ എല്ലാം പിൻബലമാണെന്ന് ഞാൻ കൂടുതൽ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ സ്കൂൾ ഇത് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. വെസ്റ്റ് ഹിൽ ചുങ്കം ഗവൺമെൻറ് UP സ്കൂൾ. ഇവിടുത്തെ എന്നെ പഠിപ്പിച്ച ഗംഗാധരൻ മാസ്റ്റർ, ശങ്കരൻകുട്ടി മാസ്റ്റർ, കാർത്തിയായൻ ടീച്ചർ, ഏറാടി മാസ്റ്റർ, മാത്യു മാസ്റ്റർ, ഇവരെല്ലാം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ നിന്നായിരുന്നു എൻ്റെ ഈ പറഞ്ഞ കലയുടെ ആരംഭങ്ങളും അഭിനയത്തിൻ്റെ ആരംഭങ്ങൾ എല്ലാം ഇവിടെ നിന്നാണ്. ആദ്യമായി ഈ ചുങ്കം സ്കൂളിലേക്ക് ഒരു സബ് ജില്ലാ അടിസ്ഥാനത്തിലുള്ള മത്സരത്തിൽ ആദ്യമായി ഒരു പ്രൈസ് കിട്ടുന്നത് ഞാൻ അഭിനയിച്ച നാടകത്തിനായിരുന്നു. ബന്ധങ്ങൾ എന്നായിരുന്നു നാടകത്തിൻ്റെ പേര്. ആ നാടകം എഴുതിയത് എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. അതിൻ്റെ ഏറ്റവും നല്ല നടനുള്ള പ്രൈസ് എനിക്ക് കിട്ടി. ഒരു കണ്ണാടിയായിരുന്നു. അതിന്നും ഇവിടുത്തെ ഓഫീസ് റൂമിൽ ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോഴും ആ കണ്ണാടി കാണുന്നുണ്ടായി. പിന്നെ ഇവിടെ എൻ്റെ ഒരുമിച്ചുണ്ടായിരുന്ന കൂട്ടുകാർ, ഇപ്പോൾ നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഒരു വളരെ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു പ്രണയത്തിൻ്റെ ഓർമ്മയാണ്. ക്രാഫ്റ്റ് മാഷായിരുന്ന ഗംഗാധരൻ മാസ്റ്ററും ഇവിടുത്തെ എൻ്റെ കണക്ക് ടീച്ചർ കാർത്തിയാൻ ടീച്ചറും തമ്മിലുള്ള പ്രണയം സ്കൂളിലെ കുട്ടികൾക്കും എൻ്റെ ഫ്രണ്ട്സിനും അതുപോലെ ഈ അടുത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്നൊരു പ്രണയമായിരുന്നു. അപ്പോൾ അവിടെയായിരുന്നു കൈവേല ക്ലാസ്, അതായത് ക്രാഫ്റ്റ്, മറ്റേ കാർപ്പറ്റ് ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില ആക്ടിവിറ്റീസ് ആയിരുന്നു ക്രാഫ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് ഞാൻ ഈ ചൂടി കൊണ്ടുവരില്ല. അപ്പോൾ എന്നോട് അന്ന് തന്നെ എൻ്റെ പേര് ഇവിടെ സ്കൂളിൽ എൻ്റെ അച്ഛൻ്റെ തൂലിക വിനയൻ എന്നായിരുന്നു എൻ്റെ പേര്. അപ്പോൾ എന്നോട് ചൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ നീ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ജനലിൻ്റെ അടുത്തേക്ക് മാറ്റി നിർത്തും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ജനലിൻ്റെ അടുത്തേക്ക് മാറ്റി നിർത്തും. അപ്പോൾ അന്ന് ഞാൻ ഇവിടെ നന്നായിട്ട് പാടുകയായിരുന്നു.
അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഈ ആദ്യത്തെ ശിക്ഷകളുടെ നടപടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഷൊന്ന് ആക്റ്റീവ് ആകും. മാഷിനോട് പറയും വാ എന്ന് പറയും. അപ്പോൾ എന്നെ വിളിക്കും. എന്താ സാർ? എനിക്കറിയാം കാര്യങ്ങൾ. കാർത്തിയാൻ ടീച്ചർ ഫ്രീ ആണോ നോക്കുക. അപ്പോൾ ഞാൻ ഓടി വന്നതാണ് ഈ ക്ലാസ് റൂമിൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ നോക്കും. അപ്പോൾ ടീച്ചർക്ക് മനസ്സിലായി ഞാൻ മാഷ് വിളിക്കുന്നു എന്ന്. അപ്പോൾ ടീച്ചർ ഞാൻ വരാം എന്ന് പറയും. ആ കുട്ടികളെല്ലാം അപ്പോൾ കുട്ടിയെക്കുറിച്ച് ആ ബോർഡിൻ്റെ മുകളിൽ കണക്കിൻ്റെ ചില ഇതെല്ലാം കാൽക്കുലേഷൻസ് ഇതെല്ലാം കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് അപ്പോൾ മാഷിക്ക് എന്തേ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എന്നോട് മാഷിക്ക് നീ റെഡിയാണോ? ഞാൻ റെഡിയാണ്. മാഷ് ആ ഈ ജനലിൻ്റെ അടുത്തുള്ള അവിടെ ഞാനിങ്ങനെ നിൽക്കും. ആ ടീച്ചർ വരും. ടീച്ചർ വന്നിട്ട് ടീച്ചർ ഈ ജനലിൻ്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കും. ആ മാഷി ഒരാൾ തുടങ്ങിക്കോ എന്നത്. അപ്പോൾ ഞാൻ സ്ഥിരം പാടുന്നൊരു പാട്ടുണ്ട്. പ്രണയഗാനം പാടുവാനായി പ്രമദവനത്തിൽ വന്നു ഞാൻ, വിരഹഗാനം പാടി പാടി പിരിഞ്ഞു പോവുകയാണു ഞാൻ, പിരിഞ്ഞു പോവുകയാണു ഞാൻ. ആ പാട്ട് ഫുള്ളായിട്ട് പാടുമ്പോഴേക്ക് കാർത്തിയൻ ടീച്ചർ കണ്ണ് നിറയെ കണ്ണിൽ കരഞ്ഞിട്ട് ജനലിൻ്റെ അടുത്ത് നിന്ന് പോകും. മാഷാകെ നെർവസായിട്ട് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ അത് ഭയങ്കരമായ പ്രണയം. ഈ പ്രണയത്തിനിടയിൽ അച്ഛനോ ആരൊക്കെ എന്തോ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഈ കല്യാണം നടക്കാതെ പോയി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ടീച്ചറെ ഞാൻ കേട്ട ടീച്ചറെ വീട്ടിൽ അച്ഛനോ അവരൊക്കെ മരണം കഴിഞ്ഞ ശേഷം ഏകദേശം പെൻഷനൊക്കെ ആവുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് മാഷും ടീച്ചറും കല്യാണം കഴിച്ചു. അവർ മാഷും കല്യാണം കഴിച്ചാൽ ടീച്ചറും കല്യാണം കഴിച്ചു. ടീച്ചറുടെ മാഷിൻ്റെ വീട് പാവങ്ങാടാണ്. പാവങ്ങാട്ട് വലിയൊരു തറവാട്, മാഷും ടീച്ചറും മാത്രം. അവർ മക്കളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ദിവസം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാഷും റിട്ടയറായി, ടീച്ചറും റിട്ടയറായി, ആ വീട്ടിൽ ഒറ്റപ്പെടുന്നു. ആ സമയത്ത് മിലിറ്ററിയിൽ നിന്ന് മറ്റോ ലീവിൽ വന്ന് ഇവിടെ സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ച ഒരു ഏതോ സ്റ്റുഡൻ്റൊക്കെ വന്നു. അങ്ങനെ അവരെന്തോ ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു കളിപ്പിക്കുക പേടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് മാഷില്ലാത്ത സമയത്ത് ഇവർ നേരെ വീട്ടിൽ കയറി ടീച്ചർ പറഞ്ഞ് മുഖം മൂടിയൊക്കെ ഇട്ട് ടീച്ചർ പട്ടാപ്പകൽ ടീച്ചറോട് ആഭരണങ്ങൾ എടുക്കാനും കണ്ടമാനം കാശുണ്ടെന്നൊക്കെയുള്ളത്. അങ്ങനെ ടീച്ചർ ഇതിന് എതിർത്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ടീച്ചറുടെ കൈ അറിയാതെ ആ ഒരു ടീച്ചറെ പിടിച്ചു വെച്ച കക്ഷിയുടെ മുഖം മൂടിയാണ്. അപ്പോൾ ടീച്ചർ പഠിപ്പിച്ച സ്റ്റുഡൻറ്റ് മോനെ നീയാണോ ഇത് എന്ന് ചോദിക്കാനും അവൻ പറഞ്ഞു ഞാൻ കേട്ടത് കുത്തട എന്ന് പറയുന്നു. അവർ കത്തിയെടുത്ത് കുത്തുന്നു, ടീച്ചർ മരിക്കുന്നു. അതാണ് പ്രസിദ്ധമായ പാവങ്ങാട് കൊലക്കേസ്. അങ്ങനെ ടീച്ചർ മരിക്കുന്നു. മാഷ് കുറേ കാലം ഒറ്റപ്പെട്ട് ആ വീട്ടിൽ ജീവിക്കുന്നു. ആ മാഷ് ആ ടീച്ചറൊക്കെ എനിക്കിപ്പോഴും ഓർമ്മ വരികയാണ്. എന്തായാലും കുറേ ഈ നാടകത്തിൻ്റെ അതുപോലെ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വളരെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ എല്ലാ ടീച്ചേഴ്സും എന്നെ പ്രോത്സാഹിപ്പിക്കും നാടകത്തിനും പാട്ടിനും എല്ലാം. ഈ പ്രാർത്ഥനാ ഗാനങ്ങളൊക്കെ രാവിലെ ഒരു 3 പെൺകുട്ടികളും പിന്നെ ഞാൻ നിന്നിട്ടാണ്. അന്ന് എനിക്ക് ഭയങ്കര പെണ്ണിൻ്റെ ഒരു വോയിസൊക്കെ ആയിരുന്നു. ഇത് ജാനകിയുടെ പാട്ടൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ പാടുക. ഈ പ്രണയഗാനമൊക്കെ ആ വകുപ്പ് പെട്ടതാണ്. അപ്പോൾ ഇന്നും ഞാൻ ഈ സ്കൂളിലേക്ക് വരും ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ആ മാഷെക്കുറിച്ചും ആ ടീച്ചറെ കുറിച്ചും അത് എന്നെ പഠിപ്പിച്ച എല്ലാ മാഷന്മാരെ കുറിച്ചും നല്ലവരായ എൻ്റെ സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ ഞാൻ ഓർക്കുകയാണ്.